എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസം വരാൻ പോവുകയാണ്. ഈ ജൂലൈ മാസം നവഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനമനുസരിച്ച് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് ഈ ജൂലൈ മാസം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ ഈ മാസത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങളൊന്ന് പരിശോധിക്കാം. ജൂലൈ മാസം 16-ാം തീയതി വരെ സൂര്യൻ നിങ്ങളുടെ 3-ാം ഭാവമായ മിഥുനത്തിലും അതിനുശേഷം 4-ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. കുജൻ ഇടവത്തിലും വ്യാഴം കർക്കിടകത്തിലും അനുകൂലമായി തുടരുന്നു. ബുധൻ ഈ മാസം 7-ാം തീയതിയോടെ കർക്കിടകത്തിൽ നിന്ന് വക്രഗതിയിൽ മിഥുനത്തിലേക്ക് രാശി മാറുകയാണ്. ശുക്രനും കേതുവും 5-ാം ഭാവമായ ചിങ്ങത്തിലും ശനി 12-ാം ഭാവമായ മീനത്തിലും രാഹു 11-ാം ഭാവമായ കുംഭത്തിലുമാണ് നിൽക്കുന്നത്. ഈ ഒരു ഗ്രഹനില അനുസരിച്ച് മേടൻ രാശിക്കാർക്ക് ഈ മാസം പൊതുവെ ഒരു മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടാൻ സാധ്യത. എങ്കിലും അനുകൂലമായ മാറ്റങ്ങൾക്കായിരിക്കും കൂടുതൽ സാധ്യതയുള്ളത്. മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് ഏറെ അനുകൂലമായിരിക്കും. സൂര്യൻ്റെ 3-ാം ഭാവത്തിലെ സ്ഥാനം നിങ്ങളിൽ വലിയ ആത്മവിശ്വാസവും കാര്യപ്രാപ്തിയും ഒക്കെ നിറയ്ക്കുന്നതാണ്. തൊഴിൽ രംഗത്തായാലും വ്യക്തി ജീവിതത്തിലായാലും ധീരമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും വേഗത്തിൽ ആകാനും സാധ്യതയുണ്ട്. ജൂലൈ 7-ന് ബുധൻ മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയിലൊക്കെ മാറുന്നതോടെ മുൻപ് മുടങ്ങിപ്പോയ ബിസിനസ് ചർച്ചകളൊക്കെ പുനരാരംഭിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ചെറിയ ദൂരങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ ഗുണം ചെയ്യുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ പ്രതീക്ഷിച്ച സഹായവും ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ നല്ല മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ പിടിച്ചുപറ്റാനും സാധിക്കുന്നതാണ്. എന്നാൽ മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം, അതായത് സൂര്യൻ 4-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതോടെ ജോലിയിൽ അല്പം ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഒക്കെ കൂടിയെന്നും വരാം. എങ്കിലും വ്യാഴത്തിൻ്റെയൊക്കെ അനുകൂല ദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാനും സാധിക്കുന്നതാണ്. ഇനി ധനസ്ഥിതി എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. ധനത്തിൻ്റെ കാര്യത്തിൽ ഈ മാസം അനുകൂലമാണ്. രാഹു 11-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ധനലാഭത്തിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ശനി 12-ാം ഭാവത്തിലൊക്കെ തുടരുന്നതിനാൽ അനാവശ്യമായ ചിലവുകളിൽ അല്പം നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശുക്രനും കേതുവും ഒക്കെ 5-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ പ്രണയിക്കുന്നവർക്കും ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കുന്നവർക്കും ഈ മാസം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിലൊക്കെ അല്പം നിയന്ത്രണം പാലിക്കുന്നത് കുടുംബത്തിൽ സമാധാനമൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ ആവശ്യമായി വരുന്ന സമയം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പഠനകാര്യത്തിലൊക്കെ നല്ല പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ബുധൻ്റെ വക്രഗതിയിലുള്ള മാറ്റമുള്ളതിനാൽ മുൻപ് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിരുന്ന വിഷയങ്ങളൊക്കെ എളുപ്പത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കാനും ഈ സമയം സഹായിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ അനുകൂല ഭാവമൊക്കെ ഉള്ളതിനാൽ ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തൊക്കെ പോയി പഠിക്കാൻ തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരെ കഠിനാധ്വാനമൊക്കെ ചെയ്താൽ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാക്കാൻ തന്നെ സാധിക്കും. എങ്കിലും 5-ാം ഭാവത്തിൽ കേതുവൊക്കെ നിൽക്കുന്നതിനാൽ പഠനത്തിലെ ചെറിയ രീതിയിലുള്ള ശ്രദ്ധക്കുറവോ മടിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഉള്ള അനാവശ്യമായ സമയം ചെലവഴിക്കലൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതൊക്കെ പഠനത്തെ ബാധിക്കാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. പഠനത്തിലൊക്കെ കൂടുതൽ ഏകാഗ്രതയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ ദിവസവും രാവിലെ സരസ്വതി മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകളില്ലെങ്കിലും മാസാവസാനം യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണകാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ അസ്വസ്ഥതകളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസത്തെ ദോഷശമനത്തിനും കൂടുതൽ ഐശ്വര്യത്തിനുമായി ഈ മേടക്കൂറുകാർ ചില പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. 12-ലെ ശനിയുടെയൊക്കെ ദോഷം കുറയ്ക്കുന്നതിനായി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുകയോ എള്ളുതിരി കത്തിക്കുകയോ ഒക്കെ ചെയ്യുക.
അതുപോലെ വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ചെറിയ മുൻകരുതലുകളൊക്കെ എടുത്താൽ മേടൻ രാശിക്കാർക്ക് വിജയകരവും പുരോഗതി നിറഞ്ഞതുമായ ഒരു മാസമായിരിക്കും 2026 ജൂലൈ മാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.